തിരുവനന്തപുരം ആനയറയിൽ CPM പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കുന്നു. അനധികൃതമായി പ്രവർത്തിച്ച കെട്ടിടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിപ്പിക്കുന്നത്. കോവിഡ് കാലത്ത് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ച കെട്ടിടം പിന്നീട് പാർട്ടി ഓഫീസായി മാറുകയായിരുന്നു. രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. രജീഷ്, ഏത് കെട്ടിടമാണ് ഒഴിപ്പിക്കുന്നത്? എന്തടിസ്ഥാനത്തിൽ? വിനിഷ, തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള ആനയറ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന, അതായത് കോവിഡ് കാലത്ത് കോവിഡ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഒഴിപ്പിക്കുന്നത്. നേരത്തെ ഈ കോവിഡ് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിക്കുകയും പിന്നീട് CPMന്റെ പാർട്ടി ഓഫീസായും പ്രവർത്തിച്ച കെട്ടിടമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ ഒഴിപ്പിക്കുന്നത്. ഒരു ഇടവഴി കെട്ടി അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടായിരുന്നു ഈ പാർട്ടി ഓഫീസും ഒപ്പം തന്നെ നേരത്തെ കോവിഡ് സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കുന്ന നടപടികൾ നടക്കുന്നത്. പൂർണ്ണമായും കെട്ടിടം ഷീറ്റും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കും. ആ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഇവിടെ പാർട്ടി കൊടികളും ഒപ്പം തന്നെ മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ ഈ പാർട്ടി ഓഫീസിൽ നിന്നും മാറ്റിയ സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ കൊടികളുണ്ട്, ചെയറുകളുണ്ട്, മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ CPMന്റെ പാർട്ടി ഓഫീസായി പ്രവർത്തിച്ച ഈ കെട്ടിടമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രാവിലെ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാർഡ് കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ CPMന്റെ പാർട്ടി ഓഫീസാണ് ഒഴിപ്പിക്കുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ? ഇത് നമ്മുടെ കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭയുടെ സ്ഥലമാണ്, ഒഴിഞ്ഞു കിടന്ന സ്ഥലമാണ്. ഇത് കോവിഡ് സമയത്ത് ഒരു കോവിഡിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ആയിക്കൊണ്ട് അത് തുറന്ന് പ്രവർത്തിച്ചു. അവർ തന്നെ ഈ ഷീറ്റൊക്കെ ഇട്ട് ഒരു റൂം പോലെ അതിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് കോവിഡ് സെൻ്ററായിട്ട് പ്രവർത്തിച്ചു. കോവിഡ് സെൻ്റർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ, അതായത് CPMന്റെ പാർട്ടി ഓഫീസായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അറിയിപ്പ് കൊടുത്തു. കാരണം നമ്മൾക്കിതൊരു പൊതുവായിട്ടൊരു ചെറിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇപ്പോൾ അഴിച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ അവർക്ക് അറിയിപ്പ് കൊടുത്ത് നോട്ടീസ് ഒട്ടിച്ചു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇന്ന് ഹെൽത്തിൻ്റെ സ്ക്വാഡും നഗരസഭയുടെ ജീവനക്കാരും ചേർന്ന് അത് പൊളിച്ചു മാറ്റുന്നത്. ഇപ്പോൾ അവിടെ ഈ കറണ്ട് അടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ സംവിധാനം എങ്ങനെയാണ് ആ സമയത്ത് ഇവിടെ ഒരുക്കിയിരുന്നത്? ഇല്ല, കറണ്ടൊന്നുമില്ല. നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ 4 നില ബിൽഡിങ്. ഇതിൻ്റെ ഏറ്റവും മേളിലത്തെ ബിൽഡിങ് എന്ന് പറയുന്നത് അതും ഇവിടുത്തെ CPMന്റെ പാർട്ടി ഓഫീസാണ്. അതിനകത്തും മീറ്റിങ്ങും എല്ലാം നടക്കുന്നത് അവിടെ തന്നെയാണ്. വർഷങ്ങളായിട്ട് അത് പാർട്ടി ഓഫീസാണ്. അവരുടെ ആ റൂമിൽ നിന്നും കറണ്ട് എടുത്തുകൊണ്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഇതിനകത്തുള്ള അഴിമതികളെല്ലാം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ 3 കടകളുണ്ട്. ആ 3 കടകളിലും ഈ ബാക്ക് സൈഡിലായിട്ട് കട, അങ്ങനെ 9ഓളം കടകൾ ഇവിടെയുണ്ട്. ഈ കടകളിൽ പല കടകളും 6 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് മറിച്ച് വിറ്റുകൊണ്ടാണ് ഇപ്പോൾ പലരും അവിടെ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ വാടക എന്ന് പറയുമ്പോൾ 900 രൂപയോ 1000 രൂപയോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഓരോ കട ഓരോ ആൾക്കാർ വാങ്ങിച്ചിട്ട് 10,000 രൂപ 8,000 രൂപ ആ രീതിയിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ കടമുറികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും അവർക്കെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കടമുറികളെല്ലാം പുതുതായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ലേലത്തിൽ വെക്കാനുള്ള നടപടി മേയറിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂർണ്ണമായും ഈ കെട്ടിടം നമുക്കറിയാം, ഈ ഷീറ്റൊക്കെ ഇട്ട കെട്ടിടം, ഈ കെട്ടിടം പൂർണ്ണമായി ഇവിടുന്ന് പൊളിച്ചു നിൽക്കും അല്ലേ? തീർച്ചയായിട്ടും എല്ലാ ഷീറ്റുകളും പൊളിച്ചു മാറ്റി ഈ സ്ഥലം എങ്ങനെയാണോ മുൻകാലങ്ങളിൽ കിടന്നത് അതുപോലെ ആക്കിക്കൊണ്ട് നമ്മുടെ നഗരസഭയുടെ ഒരു പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ വഴി കാണുമ്പോൾ ഒരു ഇടവഴിയായിരുന്നു, അവിടെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു ഇടവഴിയിലാണ്. സ്വാഭാവികമായിട്ടും കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി വന്ന സമയത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു. പക്ഷേ അത് ആവശ്യം കഴിഞ്ഞിട്ട് ഒരു ദുർവിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഇതിനെ അതൊരു പാർട്ടി ഓഫീസായിക്കൊണ്ട് അതിനെ വർഷങ്ങളായിട്ട് കൊണ്ട് വെച്ചുന്ന ഒരു സംവിധാന രീതി, അതായത് ഏരിയ കമ്മിറ്റിയുടെയും മറ്റു സംവിധാനത്തിൻ്റെ എല്ലാവിധത്തിലും കമ്മിറ്റി. ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റിയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കാണ് ഇതിനകത്തെല്ലാം പാർട്ടി ഓഫീസാണ്. അതുപോലെ തന്നെയാണ് ഈ 4ാമത്തെ നിലയിലും പാർട്ടി ഓഫീസാണ്. അതിനെതിരെ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു മാറ്റം ഉണ്ടാവില്ല. വിനിഷ, നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ ഇതൊക്കെ അവിടെ നിന്ന് മാറ്റിയ സാധനങ്ങളാണ്. കൊടികളും ഒപ്പം തന്നെ പാർട്ടി ഓഫീസിൻ്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെ ഇവരുണ്ട്. എന്തായാലും കോവിഡ് കാലത്ത് ഈ ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ച കെട്ടിടമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. വിനിഷ.